ഏറ്റവും കുറഞ്ഞ സമയത്ത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ചെറിയ ചാപ്റ്റർ ആണ്, വളരെ കൂളായിട്ട് നമുക്ക് ഈ ചാപ്റ്റർ പഠിച്ചെടുക്കാം. അപ്പോൾ ഈ ചാപ്റ്ററിന്റെ ഉള്ളടക്കം നമുക്ക് ആദ്യമേ നോക്കാം. ഈ ചാപ്റ്ററിൽ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് മാക്സ്വെൽ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് മുന്നോട്ട് വെച്ച ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ആണ്. അത് കഴിഞ്ഞ് നമ്മൾ പഠിക്കുന്നത് മാക്സ്വെല്ലിന്റെ തന്നെ ഇക്വേഷൻസ് ആണ്. അത് കഴിഞ്ഞ് നമ്മൾ പഠിക്കാൻ പോകുന്നത് EM വേവ് എന്താണെന്നും എങ്ങനെയാണ് ഒരു EM വേവ് പ്രൊഡ്യൂസ് ചെയ്യാമെന്നും പഠിക്കും. അതിനുശേഷം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു EM വേവിന്റെ ഇക്വേഷൻ എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും, അതിൽ തന്നെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും അവരുടെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷനും എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു ഇക്വേഷൻ എഴുതാൻ പറയും. അതിനൊരു പ്രോബ്ലം വരാനും ചാൻസ് ഉണ്ട്. പിന്നീട് നമുക്ക് പഠിക്കാനുള്ളത് EM വേവിന്റെ സ്പെക്ട്രം ആണ്, അല്ലെങ്കിൽ വേവ് സ്പെക്ട്രം, EM സ്പെക്ട്രം എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റ് ആണ്. അതിൻ്റെ അകത്താണ് നമ്മൾ എന്ത് പഠിക്കുന്നത്, എക്സ്റേ എന്നും ഗാമന്നും മൈക്രോവേവും IR-ഉം അൾട്രാ വയലറ്റും എല്ലാം പഠിക്കുന്നത് ഈ EM വേവ് സ്പെക്ട്രം എന്ന് പറഞ്ഞ കൺസെപ്റ്റിലാണ്. അപ്പോൾ ഈ ചാപ്റ്ററിന്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, ഒന്ന് ഈ ഡിസ്പ്ലേസ്മെന്റ് കറണ്ടും, മറ്റൊന്ന് ഏതാണ് EM വേവിന്റെ സ്പെക്ട്രം എന്ന് പറഞ്ഞ കൺസെപ്റ്റും ആയിരിക്കും. ഇവിടുന്ന് ആയിരിക്കും നിങ്ങൾക്ക് ചോദ്യങ്ങൾ കൂടുതൽ വരാൻ ചാൻസ്. സോ സ്റ്റാർട്ട് ചെയ്യാം. മൊത്തം ചാപ്റ്റർ നമ്മൾ ഓർഡർ തന്നെ പഠിക്കുന്നു. അപ്പൊ ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്നുള്ള കൺസെപ്റ്റാണ്. നമുക്ക് പരിചയമുള്ള പോലെ ഇതൊരു വയറാണ്. ആ വയറിൽ എന്ത് ചെയ്യുന്നു, ഒരു ചാർജ് ഫ്ലോ കാരണം ഒരു കറണ്ട് ഉണ്ട് എന്ന് പറയാം. നമ്മൾ സാധാരണ ഇലക്ട്രോൺ ഫ്ലോന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും എന്നല്ലേ നമ്മൾ പറയാറ്. സോ ബേസിക്കലി ഈ കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ വയറിലൊക്കെ എന്തുണ്ട്, ചാർജസ് ഫിസിക്കലി മൂവ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഉള്ള ഒരു ഇലക്ട്രോൺ ഇവിടേക്ക് മൂവ് ചെയ്യുന്നുണ്ട്, ഒഴുകുന്നുണ്ട്. അപ്പൊ അവിടെ ഫിസിക്കൽ മൂവ്മെന്റ് ഓഫ് എന്തുണ്ട്, ചാർജസ് ഉണ്ട്. അങ്ങനെ ഉണ്ടാവുന്ന കറണ്ടിന്റെ പേരാണ് കണ്ടക്ഷൻ കറണ്ട്. എന്താണ് കണ്ടക്ഷൻ കറണ്ട്? ID എന്നാണ് വിളിക്കുക. അപ്പൊ നമ്മൾ ഇനി മുതൽ IC കണ്ടക്ഷൻ കറണ്ട് IC ആണ്. IC എന്ന് പറഞ്ഞാൽ കണ്ടക്ഷൻ കറണ്ട്, IC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ഷൻ കറണ്ട്. അപ്പൊ ഇതേപോലെയുള്ള കണ്ടക്ടേഴ്സിലൊക്കെയാണ് ഉണ്ടാവുക. ആ കണ്ടക്ഷൻ കറണ്ടിന് കാരണം ആരാണ്? കണ്ടക്ഷൻ കറണ്ടിന് കാരണം ഫിസിക്കൽ മൂവ്മെന്റ് ഓഫ് ചാർജസ് ആണ്. ഫിസിക്കൽ മൂവ്മെന്റ് ഓഫ് ചാർജസ് ആണ് ഇതിന് കാരണം. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ ഞാനൊരു കപ്പാസിറ്റർ ഘടിപ്പിച്ചിട്ടുണ്ട്. കപ്പാസിറ്റർ കേസ് നിങ്ങൾക്ക് അറിയാം, ഇതിന്റെ ഇടയിൽ വാക്വം അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് മീഡിയം ഫില്ല് ചെയ്യാം. അപ്പൊ ഒരിക്കലും ഇവിടെ ഉണ്ടാവുന്ന ഒരു ഇലക്ട്രോൺ ബേസിക്കലി ഇങ്ങോട്ട് പോകുന്നില്ല. പക്ഷെ എന്ത് സംഭവിക്കുന്നുണ്ട്, നമ്മളിവിടെ ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്താലും നമുക്ക് സർക്യൂട്ടിൽ ആസ് ഇറ്റ് ഈസ് കറണ്ട് കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ട്. അപ്പൊ അതിനർത്ഥം എന്താ, ഇതിന്റെ ഇടയിൽ എന്തുണ്ട്, ഇതിന്റെ ഇടയിൽ ബേസിക്കലി ഒരു കറണ്ട് ഉള്ളതായിട്ട് നമുക്ക് പറയാം. പക്ഷെ അത് ഇവിടെ ഉള്ള പോലെ ഇലക്ട്രോൺസിന്റെ ഒഴുക്ക് കാരണമാണോ, അല്ലെ ചാർജസിന്റെ ഒഴുക്ക് കാരണമാണോ? അല്ല. അപ്പൊ ഇവിടെ ഒരു വാരിയിങ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് എന്ന് പറയാം. അത് കാരണം ഉണ്ടാവുന്ന കറണ്ടാണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ID. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ID എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ ആയിട്ടുള്ള ചാർജസിന്റെ മൂവ്മെന്റ് അല്ല, ടൈമിനനുസരിച്ച് വാരി ചെയ്യുന്ന, മാറിക്കൊണ്ടിരിക്കുന്ന കറണ്ട് ആണ് ബേസിക്കലി എന്ത്, ഇയാള്. അപ്പൊ അതിന് റീസൺ ടൈം വാരിയിങ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡിലെ ചേഞ്ചസ് ആണ്. അപ്പൊ ഇയാളെ റീസൺ എന്താണ്? ഇയാളെ റീസൺ ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫീൽഡ് ആണ്. അപ്പൊ എങ്ങനെയാണ് നമ്മളൊരു ഡെഫിനിഷൻ എഴുതാം? വളരെ സിമ്പിൾ ആണ്. ഡെഫിനിഷൻ എഴുതാണ്, ദ കറണ്ട് ഡ്യൂ ടു ചേഞ്ചിങ് ഇലക്ട്രിക് ഫീൽഡ്, അത് കാരണം ഉണ്ടാവുന്ന കറണ്ടിന്റെ പേരാണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. നമുക്ക് പരിചയമുള്ള കറണ്ട് കണ്ടക്ഷൻ കറണ്ട്, പുതുതായിട്ട് പറഞ്ഞ കറണ്ട് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. ആദ്യമായിട്ട് ഇത് പ്രൊപ്പോസ് ചെയ്തത് ആരാണ്? മാക്സ്വെൽ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ്. അതുകൊണ്ട് മാക്സ്വെൽസ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്നും പറയും. പിന്നെ ഈ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ID എന്നുള്ളതിൽ ഒരു ഇക്വേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ID എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ ε0 × d/dt ഓഫ് φe. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ε0 എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് കൊണ്ട് ആരെ മൾട്ടിപ്ലൈ ചെയ്യാണ്, ഇലക്ട്രിക് ഫീൽഡിന്റെ വേരിയേഷൻ, അതിന്റെ ഫ്ലക്സിന്റെ വേരിയേഷൻ φe, അതിന്റെ d/dt, അതിന്റെ ടൈം റേറ്റിന്. അപ്പൊ ഇതാണ് അതിന്റെ ഇക്വേഷൻ വരിക. ഇതിന്റെ യൂണിറ്റ് എന്താണ്? ആംബിയർ എന്നാണ് വരിക. ഇയാളെ പോലെ യൂണിറ്റ് എന്താണ്? ആംബിയർ തന്നെ വരിക. അടുത്ത കൺസെപ്റ്റിലോട്ട് പോവാം. മാക്സ്വെൽ എന്ത് ചെയ്തു, ഇക്വേഷൻ ഒന്ന് മോഡിഫൈ ചെയ്തു. ആരുടെ? നമ്മളുടെ ആംബിയർ സർക്യൂട്ടൽ ലോ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു ആംബിയർ സർക്യൂട്ടൽ ലോ നിങ്ങൾ പഠിച്ചിരുന്നത്? ഇന്റഗ്രൽ B.dl is equal to μ0 × I എന്ന് മാത്രമേ പഠിച്ചിരുന്നു. എന്നാൽ മാക്സ്വെൽ പറഞ്ഞു കറണ്ട് ആക്ച്വലി ഇങ്ങനെ മാത്രമല്ല എഴുതുക, കറണ്ട് നമുക്ക് രണ്ട് രീതിയിൽ എഴുതണം. അപ്പൊ മാക്സ്വെൽ പ്രപ്പോസ് ചെയ്ത് എന്താ അറിയോ,
കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മുതൽ കണ്ടക്ഷൻ കറണ്ടിന്റെയും ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന്റെയും സമ്മായിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ ഈ ഒരു ചേഞ്ച് എവിടെ കൊണ്ടുവന്നു? നമ്മളുടെ ആംബിയേഴ്സ് സർക്യൂട്ടൽ ലോ അല്ലെങ്കിൽ ആംബിയേഴ്സ് ലോയിൽ കൊണ്ടുവന്നു. അപ്പൊ ഇവിടെ ഇനി കറണ്ട് ഇങ്ങനല്ല എഴുതുക, ഐ എന്നല്ല എഴുതുക. അതിന് പകരം നമ്മൾ ആരെഴുതും? അതിന് പകരം ഐ സി കണ്ടക്ഷൻ കറണ്ട് പ്ലസ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് കൊടുത്തു. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ മോഡിഫൈ ചെയ്യാൻ പറ്റും? ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു ന്യൂ സീറോ ഇൻറ്റു ഈ ഐ സി അതുപോലെ തന്നെ എഴുതാം കണ്ടക്ഷൻ കറണ്ട്. എന്നാൽ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഇക്വേഷൻ നമ്മൾ എന്താ പഠിച്ചത്? അബ്സലോൺ സീറോ ഡി ഫൈ ഇ ബൈ ഡി ടി. അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഉത്തരമായി കേട്ടോ. അപ്പം അബ്സലോൺ സീറോ ഡി ഫൈ ഇ ഡിവൈഡഡ് ബൈ ഡി ടി എന്ന് എഴുതിയാൽ ഇക്വേഷനായി. ഈ കാണുന്ന ഇക്വേഷനാണ് മാക്സ്വെല്ല് മാറ്റി എഴുതിയത്. ആരുടെ ഇക്വേഷൻ ആയിരുന്നു? നമ്മളുടെ ആംബിയറിന്റെ നിയമത്തിനെ മാക്സ്വെൽ മാറ്റി എഴുതി, മോഡിഫൈ ചെയ്തു. അപ്പൊ ഈ കാണുന്ന ഇക്വേഷനെ വിളിക്കുന്ന പേരാണ് മോഡിഫൈഡ് ആംബിയർ സർക്യൂട്ടൽ തിയറം. ഓർ ഇയാളെ തന്നെ എങ്ങനെയും പറയാറിയോ? ഇയാളെ തന്നെ ആംബിയർ മാക്സ്വെൽ തിയറം എന്നും പറയാം. ആംബിയർ മാക്സ്വെൽ തിയറം എന്ന് പറയുന്നതും ഇക്വേഷൻ എന്ന് പറയുന്നതും ഒക്കെ ബേസിക്കലി ഈ പറഞ്ഞ സംഭവമാണ്. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ 1 or 2 മാർക്സിന്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ ചാപ്റ്റർ പഠിക്കാനുള്ളത് മാക്സ്വെല്ലിന്റെ ഇക്വേഷൻസ് ഉണ്ട്. മാക്സ്വെൽ മാത്രമല്ല കണ്ടുപിടിച്ചത്, പക്ഷെ മാക്സ്വെൽ 4 ഇക്വേഷൻസ് കൊണ്ട് എൻറ്റയർ നമുക്ക് ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസം ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ 4 ഇക്വേഷൻ പ്രപ്പോസ് ചെയ്തു. അപ്പൊ അതില് ഒരു ഇക്വേഷൻ, ഫസ്റ്റ് ഇക്വേഷൻ ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ സീറോ. ഇതാരാ? ചാപ്റ്റർ നമ്പർ 1 പഠിച്ച ഗോസസ് ലോ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. റെഡി? ആ ഒരു നിയമത്തെ വിളിക്കുന്ന പേര് ബേസിക്കലി ഗോസ് ലോസ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്കിനെ വിളിക്കുന്ന പേരാണ് ഫസ്റ്റ് ലോ ഓഫ് മാക്സ്വെൽസ് ഇക്വേഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മാക്സ്വെൽ എന്ന് പറയുന്നത്. സെക്കൻഡ് നമ്മൾ പഠിക്കുന്നത് ഇന്റഗ്രൽ ക്ലോസ്ഡ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എസ് ഈക്വൽ ടു സീറോ. ഇതാരാ? ഗോസസ് ലോ ഓഫ് മാഗ്നറ്റിസം അല്ലേ, ചാപ്റ്റർ നമ്പർ 5 പഠിച്ചേ. അപ്പൊ ഗോസിന്റെ 2 നിയമങ്ങള് മാക്സ്വെല്ലിന്റെ ഇക്വേഷനിൽ പാർട്ടായി വരുന്നുണ്ട്. മൂന്നാമത്തെ ഇക്വേഷൻ ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു മൈനസ് ഡി ഫൈവ് ബൈ ഡി ടി. ഈ ഇയും ഡി എൽ ഒന്നും ഇല്ല, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇൻഡ്യൂസ് ഡി എം എഫ് ഈസ് ഈക്വൽ ടു മൈനസ് ഡി ഫൈവ് ബൈ ഡി ടി എന്ന് എവിടെ പഠിച്ചിട്ടുണ്ട്? ചാപ്റ്റർ നമ്പർ 6 പഠിച്ചിട്ടുണ്ട്. ഫാരഡേസ് ലോ അല്ലെങ്കിൽ ലെൻസസ് ലോയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ബേസിക്കലി ഇതിനെ ഫാരഡേസ് ലോ ഓർ ലെൻസസ് ലോ എന്ന് പറയാം. ആൻഡ് ഫൈനൽ ഇക്വേഷൻ നമ്മൾ ഇപ്പോൾ എഴുതിയ ഇക്വേഷൻ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു ന്യൂ സീറോ ഇൻറ്റു ഐ സി പ്ലസ് അബ്സലോൺ സീറോ ഡി ഫൈവ് ഇ ബൈ ഡി ടി. അതായത് ആംബിയർ മാക്സ്വെൽ തിയറം ഓർ ആംബിയർ മാക്സ്വെൽ ഇക്വേഷൻ കൂടി എഴുതാൻ പറ്റും. അപ്പൊ ഈ 4 ഇക്വേഷൻ കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് മാക്സ്വെൽസ് ഇക്വേഷൻസ് എന്ന് നമ്മൾ ഷോർട്ടാക്കി പറയുന്നത്. ഇ എം വേവ് എങ്ങനെ ഉണ്ടാകുന്നു എന്നാണ് അടുത്ത് ഞാൻ പറയാൻ പോകുന്നത്. ചാർജ് ചുമ്മാ റെസ്റ്റിൽ നിൽക്കുകയാണ് വിചാരിക്കാം. ഒരു ചാർജ് ചുമ്മാ റെസ്റ്റിൽ നിൽക്കുകയാണ് എങ്കിൽ അയാൾക്ക് ഇലക്ട്രിക് ഫീൽഡ് മാത്രമേ ഉണ്ടാക്കാൻ പറ്റൂ. ഇനി അതേ ചാർജ് യൂണിഫോം മോഷനിലാണ്. യൂണിഫോം മോഷനിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിലറേഷൻ എന്താണ്? 0 ആണ്. ആ സമയത്ത് അയാൾ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. എന്നാൽ അതേ ചാർജ് ആക്സിലറേറ്റ് ചെയ്യാണ്, അതായത് അയാളുടെ ആക്സിലറേഷൻ എന്തല്ല? 0 അല്ല. ആ സമയത്ത് അയാൾ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നു, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നു. ഈ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ടൈമിനനുസരിച്ച് വാരി ചെയ്യും. അതുകൊണ്ട് ഇ എം വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്നു പറയാൻ പറ്റും. അതുകൊണ്ട് ഇ എം വേവ് പ്രൊഡ്യൂസ് ചെയ്യാനാണ് ഒരു ചാർജ് ആണോ? അല്ല. ഇ എം വേവ് പ്രൊഡ്യൂസ് ചെയ്യുക ആക്സിലറേറ്റഡ് മോഷനിലുള്ള അല്ലെങ്കിൽ ആക്സിലറേറ്റ് ചെയ്യുന്ന ചാർജസ് ആയിരിക്കും. ഇനി നമുക്ക് പഠിക്കാനുള്ള കൺസെപ്റ്റ് ഇ എം വേവ്സ് എന്ന് പറയുന്നതാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്നാണ് അതിന്റെ ഫുൾ ഫോം, ഇ എം വേവ്സ്. അപ്പൊ അതിൽ ആരൊക്കെ ഉണ്ട്? ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. ഇവർ പരസ്പരം സ്വയം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു ഡെഫിനേഷൻ ചോദിക്കുകയാണെങ്കിൽ മാക്സ്വെൽ പറഞ്ഞ പോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും വേരി ചെയ്യുന്ന ടൈപ്പുള്ള ഒരു വേവ് ആണെന്ത്? ബേസിക്കലി ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. അപ്പൊ പറയാണ് ഓസിലേറ്റിംഗ്, അല്ലെങ്കിൽ ഓസിലേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയിങ് എന്നും പറയാം. അപ്പൊ വേരിയിങ് ആയിട്ടുള്ള ഓസിലേറ്റിംഗ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഉള്ള ഒരു വേവ് ആണ് ബേസിക്കലി ഇ എം വേവ്. അപ്പൊ അതിന്റെ ഫിഗർ ഒക്കെ നമ്മൾ ഇങ്ങനെ വരച്ച് പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് വളരെ സിമ്പിൾ ആണ്. നിങ്ങളെ ലെഫ്റ്റ് ഹാൻഡോ റൈറ്റ് ഹാൻഡോ എടുക്കുക. അതിനെ നിങ്ങളുടെ 3 ഫിംഗേഴ്സ് പരസ്പരം പെർപെൻഡിക്കുലർ ആയിട്ട് നിങ്ങൾ ഇതേപോലെ പ്ലേസ് ചെയ്യാം. അപ്പൊ ഇതുപോലെയാണ് ഇ എം വേവിന്റെ അകത്ത് വരുന്നത്. ഈ 3 വിരലുകൾ ഇതുപോലെ തന്നെ നിങ്ങൾ വിചാരിക്കരുത്. അപ്പൊ അതിൽ ഏത് വിരലിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇലക്ട്രിക് ഫീൽഡിന് ഒന്ന് അസൈൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇങ്ങോട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇലക്ട്രിക് ഫീൽഡ് അസൈൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇതിന് ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിനെ ഞാൻ എക്സ് ആക്സ് ആയിട്ട് എടുക്കുന്നു. അപ്പൊ നിങ്ങൾ ചോദിക്കും സാർ ഇങ്ങോട്ടല്ല എക്സ്? അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഏത് വേണേലും എടുക്കാം.
അപ്പം ഒരു വിരൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിന് അസൈൻ ചെയ്താൽ മറ്റൊരു വിരൽ നമ്മൾ എന്ത് ചെയ്യണം, മാഗ്നറ്റിക് ഫീൽഡിന് അസൈൻ ചെയ്യണം. അപ്പൊ ഇത് എക്സ്, അപ്പൊ ഇത് ഞാൻ വൈ ആയി കൊടുത്തു. റെഡി. അപ്പൊ മൂന്നാമത്തെ ഒരു വിരൽ ഉണ്ടാവില്ലേ, മൂന്നാമത്തെ വിരൽ, ആ വിരലായിരിക്കും സെഡ് ആക്സിസിൽ എന്തുണ്ടാവുക, അയാൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വെലോസിറ്റി. അപ്പൊ ഇവരെങ്ങനെ അറിയാൻ പോകുന്നത്, ഇതിപ്പം ഇലക്ട്രിക് ഫീൽഡാണെന്ന് വിചാരിക്കാം, ഇത് മാഗ്നറ്റിക് ഫീൽഡാണ്. ഈ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഒരുമിച്ച് ഒരുപോലെ അറ്റ് എ ടൈം എന്ത് ചെയ്യുന്നുണ്ട്, വാരി ചെയ്യുന്നുണ്ട്, ഇതുപോലെ ഇങ്ങനെ മാറുന്നുണ്ട്. അപ്പൊ ഇയാൾ ഇങ്ങനെ മാറുന്നുണ്ട്, ഇതാ അല്ലെങ്കിൽ ഇതാ ഇങ്ങനെ, ഇതാ ഇത് മാഗ്നറ്റിക് ഫീൽഡ്, ഇത് ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ വേരി ചെയ്യുന്നുണ്ട്. ഇവരിങ്ങനെ പരസ്പരം ഒരേ സമയത്ത് ഒരുപോലെ വേരി ചെയ്യുന്നതിന്റെ കൂടെ ഇയാൾ ഇങ്ങനെ സഞ്ചരിക്കുന്നതും കൂടി ഉണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇതാ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ വേരി ചെയ്യുന്നു, ഇതുപോലെ ഓസിലേറ്റ് ചെയ്യുന്നു. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നു. അതിന്റെ കൂടെ ഈ വേവ് അല്ലെ, ഇയാൾ ഇതാ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നതിന്റെ കൂടെ എന്തും കൂടി ചെയ്യുന്നുണ്ട്, ഇങ്ങനെ മൂവും കൂടി ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് EM വേവിന്റെ പ്രോപ്പർട്ടീസ് 1 by 1 പറയാം. ഇവിടുന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. EM വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതൊരു പ്രോപ്പർട്ടി ആയി പറയാം, ബൈ ആക്സിലറേറ്റിംഗ് അല്ലെങ്കിൽ ഓസിലേറ്റിംഗ് ചാർജസ് ആണ്. അടുത്ത പ്രത്യേകത എന്താ, ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് കൺസിസ്റ്റ് ഓഫ് വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ്. ആ രണ്ടുപേരുടെയും വേരിയേഷൻ സെയിം ഫ്രീക്വൻസിയിലായിരിക്കും, രണ്ടുപേരും സെയിം ഫേസിലായിരിക്കും. അതായത് രണ്ടുപേരും ഒരുപോലെ ഇതുപോലെ വേരി ചെയ്യുന്നത്, അല്ലാതെ ഇയാൾ ഇങ്ങോട്ട് വേരി ചെയ്യുമ്പോൾ ഇയാൾ ഇങ്ങനെ തീരെ ഒരു ലോജിക്ക് ഇല്ലാത്ത, സിങ്ക് ഇല്ലാത്തതല്ല, രണ്ടും ഒരുമിച്ചാണ് വേരി ചെയ്യുന്നത്, രണ്ടിന്റെയും ഫ്രീക്വൻസി സെയിം ആണ്. ഇനി EM വേവ് ആർ ട്രാൻസ്വേഴ്സ് വേവ്. ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്താ, എങ്ങനെയാണോ വൈബ്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണോ ഓസിലേറ്റ് ചെയ്യുന്നത് അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യണം. അപ്പൊ ഇവർ പരസ്പരം പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്, അതിനും പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇയാൾ ഇങ്ങനെ മൂവ് ചെയ്യുന്നത് അല്ലേ. അതായത് 3 വിരലുകൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഇത് ഇലക്ട്രിക് ഫീൽഡ്, ഇത് മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടും അവിടുത്തെ വെലോസിറ്റി അല്ലെങ്കിൽ പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ. അപ്പം ട്രാൻസ്വേഴ്സ് വേവ് ആണ് ഇൻ വിച്ച് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പരസ്പരം പെർപെൻഡിക്കുലർ ആയിരിക്കും, അതുപോലെ ഓൾസോ ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുക, ഇവർ പരസ്പരം എപ്പോഴും പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഉണ്ടാവുക. ആരൊക്കെ, ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് വെലോസിറ്റി എന്ന് വേണം പറയാം. അതായത് അയാൾ എങ്ങോട്ടാണോ പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്ന് പറയാം. റെഡി. EM വേവ് ഡസ് നോട്ട് നീഡ് മീഡിയം ടു പ്രൊപ്പഗേറ്റ്. ഒരു മീഡിയം വേണം നിർബന്ധമില്ല, എയറിലൂടെയും വാട്ടറിലൂടെയും ഓയിലൂടെ ഒക്കെ കടന്നു പോകും. ഇനി മീഡിയം ഇല്ലെങ്കിലും പുള്ളിക്ക് കുഴപ്പമില്ല, അത് മറ്റൊരു വളരെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ്. ഇനി സ്പീഡ് ഓഫ് EM വേവ് ഡിപ്പെൻഡ്സ് ഓൺ മീഡിയം. ഒരു മീഡിയത്തിന് എന്ത് ചെയ്യും, അയാൾ ഡിപ്പെൻഡ് ചെയ്യും കേട്ടോ. ഏത് മീഡിയത്തിലൂടെയാണ് പോകുന്നത് അതിന് ആ EM വേവിന്റെ സ്പീഡ് ആ മീഡിയം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അടുത്ത പരിപാടി, ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ക്യാൻ ബി റെപ്രസെന്റഡ് ഇൻ സൈനുസോയിഡൽ ഫോം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രിക് ഫീൽഡ് എക്സ് ആക്സിസിലാണ്, വൈ ആക്സിലാണ് ആരുള്ളത്, മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്. അപ്പൊ ഇയാൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് പോസിറ്റീവ് സെഡ് ആക്സിലാണെന്ന് വിചാരിക്കുക. റെഡി. അപ്പൊ ഇയാൾ ആരാ, ഈ സാധനമാണ് ഇതിന്റെ പീക്ക് വാല്യൂ. നിങ്ങൾ കഴിഞ്ഞ വർഷം വേവ്സിൽ പഠിച്ച പോലെ ഇലക്ട്രിക് ഫീൽഡ് ഈ ഓറഞ്ച് നിറത്തിൽ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്ത് പോകുന്നുണ്ട് അല്ലെ, എക്സ് ആക്സിൽ ഇങ്ങനെ അതാ ഓസിലേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ പീക്ക് വാല്യൂ ഇല്ലേ, ഇതാണ് E0 എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യാം. സിമിലർലി മാഗ്നറ്റിക് ഫീൽഡ് ഏതാ, മാഗ്നറ്റിക് ഫീൽഡ് ഇതാ ഇങ്ങനെ പോകുന്ന ഇയാളാണ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ അതിന്റെ പീക്ക് വാല്യൂ ഇല്ലേ, അതിന്റെ പീക്ക് വാല്യൂ ആണ് B0 ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത്, B0 എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. റെഡി അല്ലേ? എങ്കിൽ നോക്കിക്കോ, ഇവിടെ പ്രത്യേകം ശ്രദ്ധിച്ചോ, എക്സ് ആക്സിസിൽ ആരാണ് ഇലക്ട്രിക് ഫീൽഡ്, വൈ ആക്സിൽ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് പോസിറ്റീവ് സെഡ് ആക്സിൽ അയാൾ പ്രൊപ്പഗേറ്റ് ചെയ്യാണ്. അപ്പൊ അതിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ അറിയോ, എക്സ് ആക്സിൽ ഇലക്ട്രിക് ഫീൽഡ് E0 എന്ന് പറഞ്ഞ് എഴുതാം, പിന്നെ ഒരു സൈൻ ഫോർമാറ്റ് എഴുതുന്നു, ഇൻറ്റു ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് K എന്ന് പറഞ്ഞ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ്. K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേവിന്റെ വേവ് നമ്പർ ഓർ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് 2π/λ എന്ന് പറഞ്ഞ വാല്യൂ ആണ്, ഇൻറ്റു അയാൾ ഏത് ഡയറക്ഷനിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, സെഡ് ആക്സിൽ അല്ലെ, വെലോസിറ്റി എങ്ങോട്ടാണ്, സെഡ് ആക്സിസ്, പോസിറ്റീവ് സെഡ് ആക്സിസ്. എന്നിട്ട് പോസിറ്റീവ് സെഡ് ആക്സ് ആണ് കൊടുത്തെങ്കിൽ ഇവിടെ നമ്മൾ മൈനസ് എഴുതാം. പോസിറ്റീവ് സെഡ് ആക്സിലാണ് പോകുന്നത്, അപ്പോൾ KZ ചെയ്യേണ്ട നമ്മളിവിടെ മൈനസ് ആണ് എഴുതുക, ഇൻറ്റു ഒമേഗ ഇൻറ്റു ടി എന്ന് പറഞ്ഞ ആ ഒരു സംഭവം അവിടെ എഴുതുന്നു. ക്ലിയർ അല്ലേ? വേർ ഒമേഗ എന്ന് പറഞ്ഞ ആംഗുലാർ സ്പീഡാണ്, ഓർ ആംഗുലാർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 2π/t എന്ന് പറഞ്ഞ പുള്ളിയാണ്. ഓർ ഇയാളെ നമുക്ക് എങ്ങനെ എഴുതാം, 2π × f എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇതൊക്കെ നമ്മൾ ലോവർ ക്ലാസ്സിൽ പഠിച്ച ഇക്വേഷൻസ് ആണ് അല്ലേ, റെഡി, +1 പഠിച്ച ഇക്വേഷൻ ആണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ എഴുതി. ഇനി മാഗ്നറ്റിക് ഫീൽഡ് എഴുതുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഏതിലാണ്, പോസിറ്റീവ് y ആക്സിലാണ്, അതുകൊണ്ട് by എന്ന് എഴുതി, ഇൻറ്റു B0 സൈൻ. ഇനി ആരാ എഴുതേണ്ടത്, ഈ പറഞ്ഞ സാധനം അതുപോലെ ഫോട്ടോസ്റ്റാറ്റ് ചെയ്തിരിക്കും, KZ - ωt എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഇവർ പരസ്പരം ഇക്വേഷൻസ് എഴുതുക. ഇനി ഇവർ തമ്മിൽ ഒരു റിലേഷൻഷിപ്പും ഉണ്ട്.
ഈ E0യും B0യും ഇല്ലേ, ഈ E0നെ B0 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് C എന്ന് പറഞ്ഞ വാല്യൂ ആയിരിക്കും, വിച്ച് ഈസ് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. അതായത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം എന്ന് പറഞ്ഞ വാല്യൂ ആയിരിക്കും. അപ്പൊ ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ പഠിക്കുക. E0/B0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C, വിച്ച് ഈസ് 3 × 10⁸, വിച്ച് ഈസ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം ആയിരിക്കും. ഇനി മറ്റു വളരെ ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി, ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇലക്ട്രോമാഗ്നറ്റിക് ആസ് റിലേറ്റഡ് ആസ്, അത് നമ്മളിപ്പോൾ എഴുതിയില്ലേ, E0/B0 ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് C എന്നുള്ള ഇക്വേഷൻ കിട്ടും. അപ്പൊ ഇതിനെയാണ് ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയാം. ഇനി അടുത്ത പരിപാടി, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ക്യാരി എനർജി. ഇവർ ഡെഫിനറ്റ്ലി എനർജി ക്യാരി ചെയ്യും ആസ് ദേ ട്രാവൽ ത്രൂ സ്പേസ്. അപ്പൊ ഇയാൾ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും വേരി ചെയ്ത് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ബേസിക്കലി അതിൽ എനർജി ക്യാരി ചെയ്യപ്പെടുന്നുണ്ട്. ആൻഡ് ദിസ് എനർജി ഈസ് ഷെയർഡ് ഈക്വലി ബിറ്റ്വീൻ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ മൊത്തം ഇയാൾ ക്യാരി ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ പകുതി, ഇയാൾ മൊത്തം ക്യാരി ചെയ്യുന്ന എനർജിന്റെ പകുതി ഇലക്ട്രിക് ഫീൽഡിലായിരിക്കും, പകുതി മാഗ്നറ്റിക് ഫീൽഡിലായിരിക്കും. അയാൾ എപ്പോഴും വാരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത പോയിന്റ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്നുള്ളതാണ്. ഇവിടെ നിന്നാണ് ചോദ്യങ്ങൾ കൂടുതൽ വരാൻ ചാൻസ്. മക്കളെ പഠിച്ചോ, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്താ അറിയോ? EM വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള വേവ് ഒരുപാട് തരമുണ്ട് ലോകത്ത്. ഇവരെ ഒന്ന് ക്ലാസിഫൈ ചെയ്യാണ് നമുക്ക് പഠിക്കാനുള്ളത് വളരെ ചുരുക്കം ആൾക്കാരാണ്. അപ്പൊ അത് പഠിക്കാനുള്ള ഷോർട്ട് കട്ടാണ് ജിഗ്സു വിമർ. എന്താണ് ജിഗ്സു വിമർ എന്ന് ആലോചിച്ച് വെച്ചാൽ മതി. ജിഗ്സു വിമർ എന്ന് ആലോചിച്ച് നോക്കുക, സ്പെല്ലിങ്ങും പഠിക്കുക കേട്ടോ, ജിഗ്സു വിമർ. അപ്പൊ ഈ GXUVIMR എന്നൊക്കെ ഓരോരോ തരം വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും ഉള്ള തരം പേരുകളാണ്. ഓക്കെ, അപ്പൊ ഈ പേരുകൾ ആദ്യം പഠിച്ചോ. G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഗാമ എന്നാണ്. പിന്നെ ആരാ? X എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റേ ആണ്. U എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്രാ വയലറ്റ് ആണ്. V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസിബിൾ ലൈറ്റ് എന്ന് പറഞ്ഞ പുള്ളിയാണ്. ഈ I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇൻഫ്രാറെഡ് ആണ്. ഈ M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോവേവ് ആണ്. ആൻഡ് ഈ R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് റേഡിയോ എന്നാണ്. ഇനി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് പഠിച്ചോ. ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് പോകുമ്പോൾ ഇല്ലേ, ഈ ഓർഡർ ജിഗ്സു ഇവർ പഠിച്ച ഒരു ഗുണം കൂടി ഉണ്ട്. ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് പോകുന്തോറും ഇല്ലേ, ഇങ്ങനെ ഇങ്ങോട്ട് പോകുന്തോറും ഇവിടെ ജീന്ന് അങ്ങോട്ട് ആറിലോട്ട് പോകുന്തോറും അവരുടെ വേവ് ലെങ്ത് കൂടിക്കൊണ്ടിരിക്കും, പക്ഷെ ഫ്രീക്വൻസി കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ആലോചിച്ചാൽ മതി. ഈ അറ്റത്തുള്ള ആൾക്ക് ഏറ്റവും കുറവ് വേവ് ലെങ്ത് ആയിരിക്കും, പക്ഷെ ഈ അറ്റത്തുള്ള ആൾക്ക് ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസിയാണ്. അപ്പൊ ഈ അറ്റത്തുള്ള ആൾക്ക് റേഡിയോക്ക് എന്താണ്, കൂടുതൽ വേവ് ലെങ്ത് ആയിരിക്കും, മാക്സിമം വേവ് ലെങ്ത് ആയിരിക്കും, പക്ഷെ ഫ്രീക്വൻസി കുറവായിരിക്കും. അപ്പൊ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഗാമക്കാണ് അയാളെ വേവ് ലെങ്ത് മിനിമവും പക്ഷെ ഫ്രീക്വൻസി മാക്സിമം ഉള്ള EM വേവ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ള EM വേവ് ഏതാണ്? ഡെഫിനറ്റ്ലി ഗാമയാണ്. എന്നാൽ ഏറ്റവും വേവ് ലെങ്ത് കുറഞ്ഞതും ഗാമക്കാണ്. ഇനി മറുവശത്ത് റേഡിയോന്റെ കേസിൽ എങ്ങനെ പറയാൻ പറ്റും? റേഡിയോന്റെ കേസിൽ അയാൾക്കാണ് വേവ് ലെങ്ത് മാക്സിമം ഉണ്ടാവുക, അയാളെ ഫ്രീക്വൻസി എന്തായിരിക്കും? മിനിമം ആയിരിക്കും. റെഡി? ഇത് പഠിച്ചോ, ഷുവറാണ്. ഇതിന്റെ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരും. ഇനി നമുക്ക് ഇവരെ 1 by 1 അവരുടെ പ്രൊഡക്ഷനും പ്രത്യേകതയും പഠിക്കാനുണ്ട്. അപ്പൊ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരാളെ നമുക്ക് ബെസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറയാം. ഈ കാണുന്ന V ഇല്ലേ, വിസിബിൾ ലൈറ്റ്. ഈ കാണുന്ന വിസിബിൾ ലൈറ്റിനെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ വിസിബിൾ ലൈറ്റ് ആണ് നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നുള്ളൂ. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റിയ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയ വിസിബിൾ ലൈറ്റ് മാത്രമാണ്. ബാക്കി ഈ പറഞ്ഞവരൊന്നും നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. അപ്പൊ നമ്മളെ കാഴ്ചയെ സഹായിക്കുന്ന ലൈറ്റ്, വിസിബിൾ ലൈറ്റ് ബേസിക്കലി ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിന്റെ ഒരു പാർട്ടാണ് എന്ന് മാത്രം പഠിച്ചു വെക്കാം. ഇനി നമുക്ക് 1 by 1 അതിലേക്ക് കിടക്കാം. ഗാമ റേല് അതെങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വളരെ സിമ്പിളായി പഠിക്കുക. അവര് വളരെ ഭൂമിയിലൊന്നും നടക്കാത്ത പക്ഷെ വളരെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയയിൽ നിന്നും അതേപോലെ ന്യൂക്ലിയർ റിയാക്ഷന്റെ ഭാഗമായിട്ടൊക്കെ ഉണ്ടാവുള്ളൂ. ഒരു ആറ്റം ബോംബ് പൊട്ടി, സൂര്യനിൽ ന്യൂക്ലിയർ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ ന്യൂക്ലിയർ റിയാക്ഷന്റെ ഭാഗമായിട്ടേ എന്തുള്ളൂ, ഗാമ പോലെയുള്ള റേ ഉണ്ടാവുന്നുള്ളൂ. ഗാമക്കാണ് ഏറ്റവും വേവ് ലെങ്ത് മിനിമം ഉള്ളത്, പക്ഷെ ഫ്രീക്വൻസി മാക്സിമം ഉള്ളത്. അതുകൊണ്ട് കൂടുതൽ എനർജി സ്റ്റോർ ചെയ്യപ്പെടുക അല്ലെങ്കിൽ എനർജി ക്യാരി ചെയ്യുന്നത് ഗാമയാണ്. അപ്പൊ ഫ്രീക്വൻസി കൂടിയ എനർജിയും കൂടും. അപ്പൊ ഫ്രീക്വൻസി കൂടിയാൽ എനർജി കൂടുന്നതുകൊണ്ട് ഗാമ ബേസിക്കലി നല്ല ഡേഞ്ചറസ് ആണ്. അങ്ങനെ ആലോചിച്ചാൽ മതി. എനർജി ഒരുപാട് ക്യാരി ചെയ്യുന്നത്, അപ്പോൾ നമ്മളെ സെല്ലുകളൊക്കെ ഡിസ്ട്രോയ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുക? ക്യാൻസർ സെൽസിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യാൻ, കരിയിപ്പിച്ച് കളയാനാണ് ഉപയോഗിക്കുക.
ടു ഡിസ്ട്രോയ് ക്യാൻസർ സെൽസ് ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഉപയോഗം. ഓക്കെ, ഗാമ മാത്രമല്ല ക്യാൻസർ സെൽസിനെ ഉപയോഗിക്കുന്നത്, പക്ഷേ ഗാമയുടെ പ്രധാന ഉപയോഗം ഇത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ശരീരത്തിലൂടെ കടന്നു പോയാൽ നമ്മുടെ ശരീരത്തിനൊക്കെ എന്ത് ഭയങ്കര ഡാമേജ് ആവും വരും. ഗാമ ന്യൂക്ലിയർ റിയാക്ഷൻ ആണ്. ഇനി അടുത്ത കാര്യം എക്സ്റേ. എക്സ്റേ റോങ്ടൺ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തത്. അപ്പൊ പുള്ളി കണ്ടുപിടിച്ച എങ്ങനെ അറിയോ, അല്ലെങ്കിൽ എങ്ങനെ അത് കണ്ടുപിടിക്കുക? വളരെ സിമ്പിൾ ആണ്. ഒരു മെറ്റൽ എടുത്തു, ഒരു ടങ്സ്റ്റൺ പോലുള്ള ഒരു മെറ്റൽ എടുത്തു, ഹൈ ഡെൻസിറ്റി മെറ്റൽ എടുത്തു. എന്നിട്ട് അതിലോട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഇലക്ട്രോൺ വളരെ ഹൈ സ്പീഡിൽ ഒന്ന് വന്നിങ്ങനെ ഹിറ്റ് ചെയ്യുന്നു. ഒരു ഇലക്ട്രോൺ വന്ന് ഹിറ്റ് ചെയ്യുന്നു. ആ ഹിറ്റ് ചെയ്യുമ്പം അതൊന്ന് പുറത്തോട്ട് എന്ത് വരും? ഒരുപാട് എക്സ്റേ വരും. ഒരുപാട് എക്സ്റേ വരുന്ന പറയുന്നത്. അപ്പം എക്സ്റേ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം? ബൊംബാർഡിങ് എ മെറ്റൽ ടാർജറ്റ്, അതായത് ഒരു മെറ്റൽ ടാർജറ്റിന്റെ മുകളിലോട്ട് ഒരു ഇലക്ട്രോൺ ബൊംബാർഡ് ചെയ്യുക, അതായത് ബൊംബാർഡ് വന്ന് സ്പീഡിൽ ഒന്ന് ഇടിക്കുക, അത്ര ഉദ്ദേശിക്കുന്നു കേട്ടോ. ഇനി മറ്റൊരു കാര്യം, ഇയാൾക്കും അത്യാവശ്യം ഫ്രീക്വൻസി ഉണ്ട്. നമ്മുടെ ഗാമയുടെ അത്ര ഇല്ലെങ്കിലും, അത്ര എനർജി ഇല്ലെങ്കിലും ഇയാൾക്കും അത്യാവശ്യം ഫ്രീക്വൻസി ഉണ്ട്. അപ്പൊ എക്സ്റേ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെൽസ് ഡാമേജ് ആവും. അതുകൊണ്ടാണ് എക്സ്റേക്ക് നിങ്ങൾ എടുക്കാൻ പോകുമ്പോൾ നിങ്ങളോട് പ്രത്യേകം പറയാറുണ്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലേ പ്രശ്നമാണെന്നുള്ളത് അല്ലേ. അപ്പൊ എക്സ്റേയും നമ്മൾ എന്താണ് അത്യാവശ്യം എനർജി കൂടിയാണ്, ക്യാൻസർ സെൽസ് ഡിസ്ട്രോയ് ചെയ്യാൻ യൂസ് ചെയ്യും. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റു പ്രത്യേകതകൾ, മെഡിസിനിൽ ഒരുപാട് ഡയഗ്നോസ്റ്റിക്സ് ടൂളായിട്ട് യൂസ് ചെയ്യും. നമ്മുടെ നെഞ്ഞത്ത് കഫക്കെട്ട് ഉണ്ടെങ്കിൽ അല്ലെ, നമുക്ക് ന്യൂമോണിയ ഉണ്ടെങ്കിൽ എക്സ്റേ എടുത്താൽ ബേസിക്കലി ലങ്സിന്റെ ഉള്ളിലുള്ള ആ കഫക്കെട്ടിന്റെ എത്രത്തോളം ഭാഗം ഉണ്ടെന്ന് അറിയാൻ പറ്റും, ഇൻഫെക്ഷൻസ് കാണാൻ പറ്റും. മറ്റൊന്ന് ഡിറ്റക്റ്റീവ് ഫ്രാക്ചർ ഓഫ് ബോൺസ് ആണ്. നമ്മൾ എല്ലിലൊക്കെ പൊട്ടൽ കാണാൻ നമ്മൾ എക്സ്റേ ആണ് എടുക്കുക. ഇനി മറ്റു വളരെ ഇമ്പോർട്ടൻറ്റ് യൂസ് ആണ് എന്ത്, ക്രിസ്റ്റൽ സ്ട്രക്ചർ, ഒരു സാൾട്ടിന്റെ ഒക്കെ ക്രിസ്റ്റൽ സ്ട്രക്ചർ പഠിക്കാൻ XRD ഉപയോഗിക്കാറുണ്ട്. പിന്നെ ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസർ. അപ്പൊ അതാ മറ്റേ ഗാമയിലും വരുന്നുണ്ട്. അടുത്താണ് അൾട്രാ വയലറ്റ് എന്നാണ് ഇയാളുടെ പേര് കേട്ടോ, അൾട്രാ വയലറ്റ്. ഇയാള് വളരെ വളരെ ഹോട്ട് ബോഡീസ്, സൂര്യൻ പോലെയുള്ള വളരെ ഹോട്ട് ബോഡീസിലെ അൾട്രാ വയലറ്റ് ഉണ്ടാവുന്നുള്ളൂ. നമ്മളെ ശരീരത്തും നമ്മളെ ഇവിടുത്തെ തീയിൽ നിന്ന് അൾട്രാ വയലറ്റ് ഉണ്ടാവുന്നത് വളരെ കുറവാണ്. അപ്പോൾ വളരെ ഇതിനായിട്ട് സ്പെഷ്യൽ ചെയ്ത UV ലാമ്പുകളുണ്ട്, അല്ലെങ്കിൽ വെരി ഹോട്ട് ബോഡീസിനെ ഉണ്ടാക്കാൻ പറ്റും ആര്, അൾട്രാ വയലറ്റ്. ഇനി ഇയാളെ പ്രത്യേകത, ഇവരെ വേവ് ലെങ്ത് 400 നാനോമീറ്ററിന്റെ ഒക്കെ അടുത്തായിരിക്കും. അൾട്രാ വയലറ്റിൻ്റെത് 400 നാനോമീറ്ററിന്റെ അടുത്തായിരിക്കും, ഓർ അതിനേക്കാൾ താഴ്ന്നായിരിക്കും. 400 നാനോമീറ്റർ ഓർ ലെസ്സർ ആയിരിക്കും എന്ന് പഠിച്ചു വെക്കുക കേട്ടോ, കുറവായിരിക്കും. മറ്റൊന്ന്, ഇയാൾ സ്കിൻ ക്യാൻസർ ഉണ്ടാക്കും. സ്കിന്നിന്റെ ടാനിങ്, സ്കിന്നിന്റെ ക്യാൻസർ ഒക്കെ ഉണ്ടാക്കുന്നത് ബേസിക്കലി UV റേന്റെ അബ്സോർപ്ഷൻ ആണ്. അപ്പോൾ UV റേ നമുക്ക് അത്ര നല്ലതൊന്നല്ല, പക്ഷെ നമ്മൾ ഓസോൺ എന്ത് ചെയ്യും, ഓസോൺ UV-നെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ഓസോൺ പാളികളിൽ തുള വീണാൽ UV ഭൂമിയോട്ട് വരുന്നത് കൂടും, അത് ഓർത്ത് വെക്കുക. ഇനി ഇയാളെ പ്രധാന ഉപയോഗങ്ങളിൽ ഒന്ന് എന്താണ്, ജേംസിനെ കില്ല് ചെയ്യാൻ. നമ്മളെ കൈ കഴുകുന്നതിന് പകരം UV ലൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ കയ്യിലെ ജേംസ് ഒക്കെ ചത്തു പോകുന്ന പറയുന്നത്. കാരണം അയാൾക്ക് എന്താണ്, അത്യാവശ്യം നല്ല അയണൈസേഷൻ ഒക്കെ ഉണ്ട്, അതായത് അത്യാവശ്യം നല്ല എനർജി ക്യാരി ചെയ്യുന്നുണ്ട് അർത്ഥം. മറ്റൊന്ന് മെഡിക്കൽ ഡിവൈസസിന്റെ എന്താണ്, സ്റ്റെറിലൈസേഷൻ. ചൂടുവെള്ളത്തിലൊക്കെ ഇടുന്നതിന് പകരം നമുക്ക് UV ലാമ്പിന്റെ അണ്ടറിൽ വെച്ച് കഴിഞ്ഞാൽ സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റും. ഇനി മറ്റൊരു ഉപയോഗമാണ് ലാസിക്, LASIK എന്നുള്ളത്. കണ്ണിന്റെ സർജറിയാണ്. കണ്ണിന്റെ സർജറിക്ക് അതൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ആരാണ്, അൾട്രാ വയലറ്റ് പോലുള്ള റൈസിനാണ്. അപ്പോൾ അൾട്രാ വയലറ്റിനെ കുറിച്ച് ഇത്രയേ പഠിക്കാനുള്ളൂ. നെക്സ്റ്റ് വൺ ഈസ് വിസിബിൾ ലൈറ്റ്. വിസിബിൾ ലൈറ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജിഗ്സു വിമറിൽ എവിടെയായിരുന്നു സാധനം, ജിഗ്സു വിമറിൽ നോക്കിയാൽ ജിഗ്സു വിമറിൽ ഒത്ത നടുവിലാണ് ഇയാൾ. അപ്പൊ അതിന്റെ ലെഫ്റ്റ് സൈഡിൽ അയാളെക്കാൾ കുറച്ചും കൂടി ഫ്രീക്വൻസി കൂടിയ ഒരാളാണ് അൾട്രാ വയലറ്റ്. അപ്പോൾ വിസിബിളിനേക്കാൾ കൂടുതൽ ഫ്രീക്വൻസി ആർക്ക് ഉണ്ടാവും, അൾട്രാക്ക് ഉണ്ടാവും. ഓക്കെ, വിസിബിളിനേക്കാൾ കൂടുതൽ ഫ്രീക്വൻസി ആർക്ക് ഉണ്ടാവും, അൾട്രാ വയലറ്റിന് ഉണ്ടാവും. അപ്പോൾ വിസിബിൾ ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ കേസ് നമുക്ക് പഠിക്കാനുള്ളത്, അത് നമ്മളെ കണ്ണിന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇലക്ട്രോൺ ട്രാൻസിഷൻ ഇൻ ആറ്റംസ് ആണ്. ആറ്റത്തിൽ നിന്ന് ഒരു ലെവലിൽ നിന്ന് മറ്റൊരു ലെവലിലേക്ക് ഇലക്ട്രോൺസ് ട്രാൻസിഷൻ നടക്കാറുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ വിസിബിൾ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ വിസിബിൾ ലൈറ്റിന്റെ കേസിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, വിബ്ജിയോർ എന്ന് ആലോചിച്ച് വെച്ചാൽ മതി. വിബ്ജിയോർ എന്ന് ആലോചിച്ച് വെച്ചാൽ മതി. അതില് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ആലോചിക്കാം, വിബ്ജിയോർ. അപ്പൊ വിബ്ജിയോറിന്റെ ഫസ്റ്റ് സാധനം വയലറ്റ് ആണ്. അപ്പൊ വയലറ്റിന് വേവ് ലെങ്ത് മിനിമം ആയിരിക്കും, ഫ്രീക്വൻസി മാക്സിമം ആയിരിക്കും. സോ ഉള്ള കളേഴ്സിൽ വിബ്ജിയോർ എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രധാനപ്പെട്ട 7 നിറങ്ങളിൽ പ്രൈമറി അല്ല, നമ്മൾ റെയിൻബോ കളേഴ്സ് എന്ന് പറയുന്ന ഈ വിബ്ജിയോറിൽ വയലറ്റിനായിരിക്കും വേവ് ലെങ്ത് കുറവ്, എന്നാൽ ഫ്രീക്വൻസി കൂടുതൽ വയലറ്റിനായിരിക്കും. ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ള ആർക്കായിരിക്കും, റെഡിന്. ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ള റെഡിനാണ്, പക്ഷെ അതിന് ഫ്രീക്വൻസി എന്തായിരിക്കും, വളരെ മിനിമം ആയിരിക്കും. അതും കൂടി ഓർത്ത് വെച്ചോ. വയലറ്റിന്റെ വേവ് ലെങ്ത് അതൊന്ന് നോക്കി, അതിന്റെ റേഞ്ച് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. 700 നാനോമീറ്റർ മുതൽ 400 നാനോമീറ്റർ വരെയാണ് വേവ് ലെങ്ത്തിന്റെ റേഞ്ച്. അപ്പൊ ഈ 700 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി റെഡും, 400 നാനോമീറ്ററിന് അടുത്ത് ആരായിരിക്കും, അത് വയലറ്റും ആയിരിക്കും ഓർത്ത് വെക്കാം. അപ്പൊ റെഡിൻ്റെതൊക്കെ ഒരു 700-720 വരെ ഉണ്ടാവും. ഇയാളത് വയലറ്റിനാണെങ്കിൽ 400-380 പോലെ താഴോട്ട് കുറയാണ് ചെയ്യുക. ഓക്കെ, ഫ്രീക്വൻസിന്റെ വാല്യൂ ഒന്ന് ഓർത്ത് വെച്ചോ, ചോദിക്കാറൊന്നുമില്ല. ഫ്രീക്വൻസി 4 × 10⁻14 to 7 × 10⁻14 ആണ്.
10ന്റെ പവർ വാക്കിൽ ഓർത്ത് വെക്കുക. ഫ്രീക്വൻസിൻ്റെത് 10⁻14 ആണ്. എന്ത് ഹെഡ്സ് ആണ് അതിന്റെ യൂണിറ്റ് വരുന്നത് കേട്ടോ. ഇനി ഇയാളെ യൂസ് എന്ന് കാണാൻ ഉപയോഗിക്കുന്നു, കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നു. പ്രത്യേകിച്ച് യൂസ് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നമുക്ക് പഠിക്കാനുള്ള അടുത്താണ് ഇൻഫ്രാറെഡ്. നമ്മുടെ ജിഗ്സു വിമറിൽ എവിടെയാണ്? ജിഗ്സു വിമറിൽ എവിടെ സ്ഥാനം നോക്ക്? ജിഗ്സു വിമറിൽ എവിടെ സ്ഥാനം നോക്ക്? ജിഗ്സു വിമറിൽ വയലറ്റ് കഴിഞ്ഞിട്ടാണ് ഇൻഫ്രാറെഡ് വരുന്നത്. അപ്പോൾ വയലറ്റിനേക്കാൾ ഫ്രീക്വൻസി കുറവാണ് ആർക്ക്? ഇൻഫ്രാറെഡിന്. അങ്ങോട്ട് പോകുന്നതോറും ഫ്രീക്വൻസി കുറയല്ലേ. അപ്പോൾ വയലറ്റിനേക്കാൾ വിസിബിളിനേക്കാൾ കുറച്ചുകൂടി കുറവാണ് ആര്? ഇൻഫ്രാറെഡ്. ഇൻഫ്രാറെഡിന്റെ ഫ്രീക്വൻസി വിസിബിളിനേക്കാൾ കുറച്ച് കുറവാണ്, എനർജി കുറവാണ് കേട്ടോ. അപ്പോൾ ഇൻഫ്രാറെഡ് എവിടെ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ ഹോട്ട് ബോഡീസിലാണ് ഇയാൾ ഉണ്ടാവുക കേട്ടോ. ഹോട്ട് ബോഡീസ്, ചൂടുള്ള വസ്തു. അപ്പോൾ നിങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അൾട്രാവയലറ്റ് വെരി ഹോട്ട് ബോഡീസ് സൂര്യനിലൊക്കെ ഉണ്ടാവുന്നുള്ളൂ. അല്ലാതെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ചൂട്, എൻ്റെ കൈക്ക് ഇവിടെ ചൂടുണ്ട്, ആ ചൂട് കാരണം ഇവിടെ നിന്നുണ്ടാവും മൈക്രോവേവ് ഉണ്ടാവും. അപ്പോൾ ഹോട്ട് ബോഡീസ് വെച്ചുണ്ടാക്കുന്നതാണ് ഇൻഫ്രാറെഡ് എന്നാണ്. അയാളെ തന്നെ ഹീറ്റ് വേവ് എന്ന് പറയും. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇയാളാണ് ഹീറ്റുമായി ബന്ധപ്പെട്ടുള്ള സാധനം. വളരെ ഹീറ്റ് കുറഞ്ഞ ആൾക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാൻ പറ്റും? എമിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇൻഫ്രാറെഡ് എന്നുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹീറ്റ് വേവ് എന്നാണ് വിളിക്കുക. ഇനി ഹീറ്റ് വേവ് ആയതുകൊണ്ട് തന്നെ ഇയാൾ എന്നാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഗ്യാസ് എന്ന് പറയാം. ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉണ്ടാക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡും ബാക്കി എന്താണ് നമ്മുടെ CH4 മീഥേനൊക്കെ വെച്ചിട്ടാണ്. എന്നാൽ ഈ വേവിൽ ഇയാൾക്കാണ് റോളുള്ളത്. ബാക്കി വിസിബിൾ ആണെങ്കിലും അൾട്രാ ആണെങ്കിലും ഗാമയാണെങ്കിലും എക്സ്റേ ആണെങ്കിലും ബാക്കി ബുദ്ധിമുട്ടില്ല. ഇവിടുത്തെ ടെമ്പറേച്ചർ കൂടുന്ന ബേസിക്കലി ആരാണ്? നമ്മളുടെ ഇൻഫ്രാറെഡ് ആണ്. അപ്പൊ ഗ്രീൻ ഹൗസ് എഫക്റ്റ് അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് പറയുന്നതല്ല, ഗ്രീൻ ഹൗസിന് കാരണമായ EMI ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും ഇൻഫ്രാറെഡ് ആണ്. ഇനി യൂസ് എന്താ? നൈറ്റ് വിഷൻ ഫോട്ടോഗ്രാഫിയിൽ യൂസ് ചെയ്യാറുണ്ട്. ടിവിയുടെ റിമോട്ട് കാറ്റത്തില്ലേ, ദിസ് ഈസ് IR, ഇൻഫ്രാറെഡ് ആണ്. പിന്നെ എന്തുണ്ട്? ഒരുപാട് മിലിറ്ററി സെൻസേഴ്സിലൊക്കെ ഇയാൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഗ്രോത്ത് ഓഫ് ക്രോപ്സ്, നമ്മുടെ നാട്ടിൽ എത്രത്തോളം ഒരു കൃഷി വലുതായി എന്നൊക്കെ അറിയാൻ വേണ്ടി നമുക്ക് സാറ്റലൈറ്റ് ഉപയോഗിച്ചിട്ട് IR ഉപയോഗിച്ച് പഠനം നടത്താം. ആൻഡ് ലാസ്റ്റ് വൺ ഒറ്റ കൂടി മൈക്രോവേവ് എന്ന് പറഞ്ഞാൽ പേര് സൂചിപ്പിക്കുന്ന പോലെ മൈക്രോവേവ് ഓവൻ മാത്രമല്ല, ഇയാളൊരു വേവ് ആണ്. അപ്പോൾ ഇയാളെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇയാൾ ഉണ്ടാക്കുന്ന ആൾക്കാരുടെ പേര് പഠിച്ച വെറൈറ്റിയാണ് ക്ലിസ്ട്രോൺ, മാഗ്നട്രോൺ, ഗൺ ഡയോഡ്. അപ്പൊ ക്ലിസ്ട്രോൺ, മാഗ്നട്രോൺ, ഡയോഡ് പോലുള്ള സ്പെഷ്യൽ ഡിവൈസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആരുണ്ടാക്കുന്നത്? മൈക്രോവേവ് ഉണ്ടാക്കുന്നത്. ഇനി ഇയാളെ ഫ്രീക്വൻസിന്റെ റേഞ്ച് ഓൾമോസ്റ്റ് ജിഗാഹെഡ്സ് റേഞ്ചിലാണ്. ജിഗാഹെഡ്സ് 10⁻9 ഹെഡ്സിന് അടുത്താണ്, ജസ്റ്റ് ഓർത്ത് വെച്ചോ. അപ്പൊ ഇയാൾക്ക് അത്യാവശ്യം ഫ്രീക്വൻസി ഒക്കെ കുറവാണ്, അധികം എനർജി ക്യാരി ചെയ്യാത്തതാണ് ബേസിക്കലി മൈക്രോവേവ്. ഓക്കെ. ഇനി ഇയാളെ പ്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റഡാർ കമ്മ്യൂണിക്കേഷൻ നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞ മൈക്രോവേവ് യൂസ് ചെയ്യുന്നുണ്ട്. റഡാർ കമ്മ്യൂണിക്കേഷൻ കേട്ടോ, വെറും കമ്മ്യൂണിക്കേഷൻ, റഡാർ കമ്മ്യൂണിക്കേഷൻ. മൈക്രോവേവ് ഓവനിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ചില കാറുകളിൽ അല്ലെങ്കിൽ മെഷീൻസിലൊക്കെ സെൻസറി ഡിവൈസസ് ആയിട്ട് നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളവിടെ പ്രസ് ചെയ്യുന്ന സമയത്ത് അവിടെ വർക്ക് നടക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്? ഈ പറഞ്ഞ സാധനം മൈക്രോവേവിനെ യൂസ് ചെയ്യാറുണ്ട്, ചില ചെറിയ സെൻസേഴ്സ് ആയിട്ട്. ആൻഡ് ലാസ്റ്റ് വൺ ദാറ്റ് ഈസ് റേഡിയോ വേവ്. എക്സ്റേ അവിടുന്ന് കഴിഞ്ഞല്ലേ റേഡിയോ വേവ്, ഓർഡറിൽ പറയല്ലേ. റേഡിയോ വേവിനാണ് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളതും ഏറ്റവും ഫ്രീക്വൻസി കുറവുള്ളതും. ഓക്കെ, മിനിമം ഫ്രീക്വൻസി ആൻഡ് മാക്സിമം വേവ് ലെങ്ത് ആണ്. അപ്പോൾ ഇയാളെ പ്രൊഡ്യൂസ് ചെയ്യാന്ന് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു വയർ എടുത്തു, ആ വയറിൽ ഞാൻ ഒരു ഇലക്ട്രോണിനെ ആക്സിലറേറ്റ് ചെയ്യാം. ഈ ഇലക്ട്രോൺ ഞാൻ വളരെ ക്വിക്കായിട്ട് ആക്സിലറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ ഇവിടെ ഉണ്ടാക്കുന്ന EM വേവ് റേഡിയോ വേവ് ആയിരിക്കും. ആൻഡ് ഇയാളുടെ ഫ്രീക്വൻസിന്റെ റേഞ്ച് 500 kHz മുതൽ 1000 MHz വരെയാണ്. വലിയ റേഞ്ചാണ്. 500 kHz മുതൽ 1000 MHz വരെ, അതായത് 500 ഇതിനെ നോക്കണ വാല്യൂ നോക്കണേ, 500 into kilohertz, 10⁻³ Hz ആണ്. അവിടെ നമ്മൾ വലുതായിപ്പോൾ എത്രയായി? 1000 into മെഗാ എന്നാണ്, 10⁻⁶ Hz ആയി. അപ്പോൾ ഇയാളെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ വലിയ റേഞ്ചാണ്. ആ വലിയ റേഞ്ചിൽ എന്താണ് ഇയാളെ ഫ്രീക്വൻസി റേഞ്ച് ഉണ്ട്. ഇനി അടുത്ത കാര്യം ഇയാളെ യൂസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് റേഡിയോ ആൻഡ് ടെലിവിഷൻ കമ്മ്യൂണിക്കേഷൻ. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ, ഡാറ്റ, ടെലിവിഷൻ, സാറ്റലൈറ്റ് ത്രൂ ആണ്. സാറ്റലൈറ്റ്, നിങ്ങളുടെ ഡിഷ് ചാനൽസ്, ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത് എന്താണ്? ബേസിക്കലി റേഡിയോ വേവിലാണ്. സോ റേഡിയോ ആൻഡ് ടെലിവിഷൻ വേവ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനാണ് ഈ പറഞ്ഞ ആളെ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ആൻഡ് മറ്റൊരു സെല്ലുലാർ ഫോൺ, നമ്മൾ ഉപയോഗിക്കുന്ന ഫോണിൻ്റെ റേഞ്ചൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ മക്കളെ തീർന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ ചാപ്റ്ററിൻ്റെ നോട്ടൊക്കെ നിങ്ങൾ പ്രോപ്പറായി വായിച്ചു നോക്കുക, നല്ല രീതിയിൽ പഠിക്കുക. ചെറിയ ചാപ്റ്ററാണ്, കൂടുതൽ വന്നത് ഇതിൻ്റെ യൂസ് എന്നാണ്. സോ യൂസ് നിങ്ങൾ വീണ്ടും പഠിക്കുക. സോ ഓൾ ദ ബെസ്റ്റ്.